കാഹളം മുഴങ്ങി, തമ്മിലടിയിൽ കുരുങ്ങി UDF. അങ്ങനെ കേരളം കാതോർത്തിരുന്ന ആ സുദിനം സമാഗതമായിരിക്കുകയാണ്. ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയും ഫലപ്രഖ്യാപന ദിനവും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് നടക്കും. ഫലപ്രഖ്യാപനം മെയ് 4. അങ്ങനെ വിധിയെഴുത്തിനും കാത്തിരിപ്പിനും 25 ദിവസങ്ങൾ മാത്രം. കേരളത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ ഏക കാര്യം എന്ന് പറയുന്നത് വിധിയെഴുത്തിന് ശേഷം അവർ 25 ദിനങ്ങൾ കാത്തിരിക്കണം ഫലപ്രഖ്യാപനത്തിനായി. കേരളത്തിലെ 2,71,00,000 ആളുകൾ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാം. കേരളത്തിൽ നമുക്കറിയാം 140 മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ കേവല ഭൂരിപക്ഷം, അതായത് മന്ത്രിസഭ രൂപീകരിക്കുവാൻ ആവശ്യമായി ഉള്ളത് 71 സീറ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കേവല ഭൂരിപക്ഷമാകും. നിലവിൽ LDF-ന് 99 സീറ്റുകളും UDF-ന് 41 സീറ്റുകളും NDA-ക്ക് ഒരൊറ്റ സീറ്റ് പോലും നിയമസഭയിൽ ഇല്ല എന്ന് വ്യക്തമാക്കണം. LDF 3ാം തുടർഭരണം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ UDF കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം ഒരു ഭരണത്തിലേക്ക് മടങ്ങി വരുവാനുള്ള തീവ്രശ്രമമാണ് നടത്തുന്നത്. NDA-യെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്ന ഒരു ലക്ഷ്യം ആണ് പ്രാഥമികമായി ഉള്ളതെങ്കിലും നേതൃത്വം അവകാശപ്പെടുന്നത് കുറഞ്ഞതൊരു 17 സീറ്റെങ്കിലും തങ്ങൾക്ക് കിട്ടും എന്ന് നേതൃത്വം പറയുമ്പോൾ മറ്റ് നേതാക്കന്മാർ പ്രതീക്ഷിക്കുന്നത് ഒരു 4 അല്ലെങ്കിൽ പരമാവധി 5 സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. NDA അണികളുടെ ഇടയിൽ അവർ തന്നെ പറയുന്നു, നമുക്ക് നിലവിലുള്ള പോക്ക് വെച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ പ്രധാനമായുമുള്ള പ്രധാന നേതാക്കന്മാർ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ സീറ്റ് ഉറപ്പിച്ചിട്ട് ബാക്കി LDF-നെ സഹായിക്കുക, LDF-ന് ഭരണ തുടർച്ച ഉണ്ടാകുവാനുള്ള അവസരം ഉണ്ടാക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ ലക്ഷ്യം എന്നാണ് BJP അണികൾ തന്നെ പറയുന്നത്. അപ്രകാരം ഒരു ട്രെൻഡാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവർ പരസ്യമായി നേതൃത്വം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നിലവിലുള്ള ആ പോക്കിന്റെ ഗതി അനുസരിച്ച് അവർക്ക് ഫീൽ ചെയ്യുന്നത് LDF-ന് ഒരു തുടർഭരണം ഉണ്ടാക്കുവാൻ തക്ക രീതിയിൽ സഹായിക്കുക എന്നതാണ് അവരുടെ ഒരു നിലപാട് എന്നാണ് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ ആ രാഷ്ട്രീയ വിശകലനത്തിലും നിരീക്ഷണത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലുള്ള ട്രെൻഡ് അനുസരിച്ച് അതിനാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ നേമത്ത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് തന്നെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ വട്ടിയൂർക്കാവിൽ R ശ്രീലേഖ, കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രിയായ മുരളീധരൻ, കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ തലസ്ഥാന നഗരിയിൽ സീറ്റുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒരു മണ്ഡലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് അവർ ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി അവരുടെ ആ സർപ്രൈസ്, അവരുടെ അണിയറ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാം, തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ അട്ടിമറി വിജയമാണ് തിരുവനന്തപുരത്ത് BJP-ക്ക് ഉണ്ടായത്. ആ ഒരു അട്ടിമറി വിജയം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ പ്രതീക്ഷിക്കുന്നു. ഇനി കേരളത്തിലെ ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിൽ 2,71,00,000 വോട്ടർമാരാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 1,38,00,000 പേർ സ്ത്രീകളാണ്. പുരുഷന്മാർ 1,32,00,000 പേരും. ട്രാൻസ്ജെൻഡർ വോട്ടർമാർ 227 പേരാണ് വോട്ടർ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. അതുപോലെ 18 വയസ്സിനും 19 വയസ്സിനും ഇടയ്ക്കുള്ള വോട്ടർമാർ എന്ന് പറയുന്നത് 4,24,518 പേരാണ്. ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർ വളരെ നിർണായകമായ സ്വാധീനം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെലുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ യുവ വോട്ടർമാരുടെ വോട്ടുകൾ ആർക്ക് പോകും എന്നത്
തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ നിർണായകമായി സ്വാധീനിക്കുന്ന ഘടകമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ആകെയുള്ള പോളിംഗ് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് 30,471 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. ഇവിടെ പ്രശ്നബാധിത ബൂത്തുകളായിട്ടൊന്നും ഇതുവരെ കാര്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അതുപോലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ 41 ആണ് ഉള്ളത്. ആകാംക്ഷാപൂർവം കാത്തിരുന്ന ആ കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് പറഞ്ഞത് ഓർത്തു പോവുകയാണ്. പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ സകല സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും, ഞങ്ങൾ സജ്ജരാണ് എന്ന് പറയുമ്പോഴും അണിയറയിൽ ആടിയുടെ പെരുന്നാൾ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു 20 സീറ്റുകളിൽ പോലും ഇവർക്ക് ഒരു സ്ഥാനാർത്ഥി തീരുമാനത്തിൽ ഇതുവരെ എത്തുവാൻ സാധിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ടോടുകൂടി എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കുവാൻ കുറച്ചുപേരുടെയെങ്കിലും പേര് പുറത്തുവിടുവാനുള്ള ഭഗീരഥ യജ്ഞം അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരിയോടുകൂടി കൃത്യമായ പ്ലാനും പദ്ധതികളും കൃത്യമായ ഒരു സ്ട്രാറ്റജി ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുമെന്ന് സതീശൻ നടത്തിയ തേൻകണി യാത്രയുടെ അവസാന ദിനം അക്ഷര വിദ്യാഭ്യാസമില്ലാത്തവരെ പോലും കൂടെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള 5 പ്രഖ്യാപനങ്ങളുമായി വന്ന് സ്വയം പരിഹാസ്യരായി. ഇപ്പോൾ ഇതാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇടതുപക്ഷം തങ്ങളുടെ 80-ൽ പരം സ്ഥാനാർത്ഥികളുടെ കൃത്യമായ പേര് വിവരം പുറത്തുവിട്ടു. ബാക്കിയുള്ളത് ഇന്നോ നാളെയോ പുറത്തുവിടും. യാതൊരു അർത്ഥശങ്കകൾക്കുമിടയില്ലാതെ, അസ്വാരസ്യങ്ങൾക്കിടയില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ സ്മാർട്ടായി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ LDF തയ്യാറായി, പട്ടികയാകാതെ UDF-ഉം NDA-യും അവിടെ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കുവാനുള്ള തീവ്ര ശ്രമമാണ്. അവർ പറയുന്നത് പ്രതീക്ഷിച്ചതിലും വളരെ നേരത്തെയായി പോയി തെരഞ്ഞെടുപ്പ്. എത്രയോ മാസങ്ങൾക്ക് മുമ്പേ നമുക്കറിയാമായിരുന്നു ഇത് ഏപ്രിൽ മാസത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതിനു മുമ്പ് വളരെ സിസ്റ്റമാറ്റിക്കായി മെറ്റിക്കുലസ്ലി ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തി ആ സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങുവാനുള്ള ഒരു അവസരം ഇവർക്കുണ്ടാക്കാമായിരുന്നു. ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ അപ്പോസ്തോലന്മാരൊക്കെയാണ് UDF-നുള്ളതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവർക്കത് സാധ്യമാണ് എന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ അതല്ലെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണിച്ചതുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും ഓരോ ദിനം കഴിയും തോറും ആ ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ, ഭരണകൂട വിരുദ്ധ വികാരം ഈ VD സതീശൻ മുന്നിൽ നിർത്തി ഇദ്ദേഹം ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഓരോ ദിവസവും താഴേക്ക് ആ ഭരണകൂട വിരുദ്ധ വികാരം കുറഞ്ഞു വരികയും ഇടതുപക്ഷത്തിന് ഒരു തുടർഭരണം ഉണ്ടാകും എന്നൊരു പ്രതീതി ഉണ്ടാകുമാറുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കൃത്യമായ ക്യാമ്പയിൻ അവർ ആരംഭിച്ചു. ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുവാൻ സാധിച്ചത് കഴക്കൂട്ടത്തൊക്കെ ഈ പ്രഖ്യാപനം വരുന്നതിന്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രഖ്യാപനം വരുന്നതിന്റെ തലേദിവസം രാത്രി തന്നെ കടകംപള്ളി സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചുവരെഴുത്തുകൾ ആരംഭിച്ചതാണ്. ഇന്നലെ ആ പ്രഖ്യാപനം വന്നപ്പോഴേക്കും കടകംപള്ളി സുരേന്ദ്രന് വേണ്ടി ഏതാണ്ട് ചുവരെഴുത്തുകൾ, പോസ്റ്ററുകളെല്ലാം തീർന്നു. അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന VK പ്രശാന്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇന്നലെ തന്നെ ആരംഭിച്ചു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പോസ്റ്ററുകൾ നേരം വെളുത്തപ്പോഴത്തേക്കും എല്ലായിടത്തും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോസ്റ്ററുകളടക്കം പതിച്ചു. ആ സാഹചര്യത്തിലാണ് UDF-നും NDA-യ്ക്കും തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പേര് ഇതുവരെ പ്രഖ്യാപിക്കുവാൻ പോലും സാധിച്ചിട്ടില്ല. കാരണം അപ്രകാരം തിടുക്കപ്പെട്ട ഒരു ലിസ്റ്റ് അവർക്ക് പുറത്തുവിടുവാൻ സാധിക്കത്തില്ല. കാരണം അത്ര വലിയ കലാപമായിരിക്കും ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.